നാസയുടെ ചാന്ദ്രദൗത്യം നോവ-C ഇന്ന് വിക്ഷേപിച്ചേക്കും. സാങ്കേതിക പിഴവിനെ തുടർന്ന് ബുധനാഴ്ച നടക്കാനിരുന്ന ദൗത്യം ഇന്നേക്ക് മാറ്റുകയായിരുന്നു. സ്വകാര്യ കമ്പനിയുമായി സഹകരിച്ചുള്ള നാസയുടെ ചാന്ദ്രദൗത്യത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. ഹ്യൂസ്റ്റൺ ആസ്ഥാനമായ ഇൻറ്റ്യൂറ്റീവ് മെഷീൻസ് നിർമ്മിച്ച ലാൻഡർ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് ആണ് വിക്ഷേപിക്കുന്നത്. നോവ-C എന്ന് പേര് നൽകിയ പേടകത്തിന്റെ ലാൻഡറിന് ഒഡീസിയസ് എന്നാണ് പേര്. നാസയുടെ ഉടമസ്ഥതയിലുള്ള ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം. സ്പേസ് എക്സിന്റെ ഏറ്റവും ശക്തിയേറിയ റോക്കറ്റായ ഫാൽക്കൺ 9 ആണ് പേടകത്തെ വഹിക്കുക. ഈ മാസം 22-ന് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുകയാണ് ലക്ഷ്യം. ചന്ദ്രനിൽ ഇറങ്ങുന്നതിന് മുൻപ് 24 മണിക്കൂർ പേടകം ചന്ദ്രനെ വലം വയ്ക്കും. $118 ദശലക്ഷം ദൗത്യത്തിന്റെ ചെലവ്. ജാനുവരി 8-ന് ആസ്ട്രോബയോട്ടിക് ടെക്നോളജി വിക്ഷേപിച്ച മറ്റൊരു ചാന്ദ്രദൗത്യം പരാജയപ്പെട്ടിരുന്നു. 1972-ലെ അപ്പോളോ 17 ആണ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ അവസാനത്തെ അമേരിക്കൻ ദൗത്യം. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി സ്വകാര്യ കമ്പനികളെ ചാന്ദ്രദൗത്യം ഏൽപ്പിക്കുന്ന കൊമേഴ്ഷ്യൽ ലൂണാർ പേലോഡ് സർവീസസ് പ്രോഗ്രാമിന്റെ ഭാഗമാണ് വിക്ഷേപണം. റിസർച്ച് ഡെസ്ക് 24.